ഹായ് ഓൾ, എൻ്റെ പേര് അജ്സൽ. എനിക്കിപ്പോൾ ഡനാട്ടയിൽ ഗ്രൗണ്ട് സ്റ്റാഫായിട്ട് സെലക്റ്റഡ് ആയിട്ടുള്ളത് ദുബായ് എയർപോർട്ടിൽ. ഇതെൻ്റെ സെക്കൻഡ് ഇൻ്റർവ്യൂ ആയിരുന്നു. ഫസ്റ്റ് ഇൻ്റർവ്യൂ എനിക്ക് സെലക്റ്റഡ് ആയത് ഇൻഡിഗോൾ സെക്യൂരിറ്റി ഓഫീസറായിട്ടായിരുന്നു ചെന്നൈ എയർപോർട്ടിൽ. ഞാൻ ഇക്കാരസ് അക്കാഡമിയിലായിരുന്നു പഠിച്ചത്. ക്യാബിൻ ക്രൂ ആൻഡ് എയർപോർട്ട് ഓപ്പറേഷനായിട്ട് ഞാൻ എടുത്തേക്കുന്ന കോഴ്സ് 6 month ഡിപ്ലോമ ആയിരുന്നു. പക്ഷേ ഞാൻ 3 months ഞാൻ പ്ലേസ്ഡ് ആയി. ആൻഡ് അവർ കുറേ പ്ലേസ്മെൻറ്റ് ഓഫേഴ്സ് ഒന്നല്ലേ, അതിൽ കൂടുതലായിട്ട് നമുക്ക് എങ്ങനെ ഒരു ഇൻ്റർവ്യൂ ഫാസ്റ്റായിട്ട് അല്ലെങ്കിൽ എങ്ങനെ നമുക്കത് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം എന്നുള്ളതാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് എനിക്ക് പഠിപ്പിച്ചു തന്നത്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഞാൻ 6 months എടുത്തിട്ട് ഞാൻ 3 months പ്ലേസ്ഡ് ആയി. അതും എനിക്ക് ഫസ്റ്റ് ഇൻ്റർവ്യൂ ആയിരുന്നു, ഞാൻ ഇൻഡിഗോയിൽ അറ്റൻഡ് ചെയ്തു, അത് ഞാൻ പ്ലേസ്ഡ് ആയി. ദെൻ അതൊക്കെ സെയിം ടൈം ആയിരുന്നു എനിക്ക് സെക്കൻഡ് ഇൻ്റർവ്യൂ ആയിട്ട് ഞാൻ അറ്റൻഡ് ചെയ്തു ഡനാട്ടയുടെ. അതിൽ ഞാനിപ്പോൾ സെലക്റ്റഡ് ആയി. ആൻഡ് ദ കമ്മിങ് വീക്ക് ഞാൻ പോവും. ഞാൻ ഡനാട്ട ഞാൻ ചൂസ് ചെയ്തേക്കുന്നത്, അതായിരിക്കും എൻ്റെ കരിയറിന് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി. ഞാൻ ഈ ഒരു ഏവിയേഷൻ ഫീൽഡ് ഫസ്റ്റ് ടൈം ആയിരുന്നു. സോ എനിക്ക് ഇതിനെപ്പറ്റി വലിയൊരു ഐഡിയ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ കുറേ അന്വേഷിച്ചു, എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടും ഫസ്റ്റിന് അവർ പ്ലേസ്മെൻറ്റ് ഓഫേഴ്സ് ആയിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ അവർ ഒരു ടെസ്റ്റ് നടത്തി, ഒരു ഇൻ്റർവ്യൂ, ഒരു റിട്ടേൺ ടെസ്റ്റ്. അതിൽ എൻ്റെ ക്വാളിറ്റി എന്താണെന്ന് മനസ്സിലാക്കിയിട്ടാണ് അവർ എനിക്ക് ഡിപ്ലോമ ഓഫർ ചെയ്തത്. ഇപ്പോൾ 3 months വേണോ, അല്ലെങ്കിൽ 6 months വേണോ, അല്ലെങ്കിൽ 1 year വേണോ, എൻ്റെ ക്വാളിറ്റി എന്താണെന്ന് മനസ്സിലാക്കിയിട്ടാണ് എനിക്ക് അവർ കോഴ്സ് ഓഫർ ചെയ്തേക്കുന്നത്. ഞാൻ എൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് എൻ്റെ കോഴ്സിൻ്റെ 3 months എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല എങ്ങനെയാണ് ഇൻ്റർവ്യൂ ഫേസ് ചെയ്യേണ്ടത്. ഒട്ടും കോൺഫിഡൻ്റ് അല്ലായിരുന്നു. ബട്ട് ആ ടൈമിൽ എനിക്ക് ഇവിടുത്തെ ഫാക്കൽറ്റീസ് എല്ലാം സൂര്യ മാം, സോജൻ സാർ, ഹരി സാർ ആൻഡ് സുചിത്ര മാം, ഞങ്ങൾക്ക് ലൈക്ക് ഒരു ഐഡിയ ഇല്ലെങ്കിലും അതിനെങ്ങനെ ഞാൻ ഫേസ് ചെയ്യണമെന്നാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കി തന്നത്. പിന്നെ അതിൽ നമുക്കെന്താ ഒരു ഇൻ്റർവ്യൂ വരുന്നുണ്ടെന്ന് അറിഞ്ഞാൽ തന്നെ മാം 2 weeks മുന്നേ അല്ലെങ്കിൽ 3 weeks മുന്നേ ഞങ്ങൾക്ക് എക്സ്ട്രാ പിന്നെ ഓൺലൈൻ ക്ലാസ്സൊക്കെ വെച്ചിട്ട് നമുക്ക് ആ ഇൻ്റർവ്യൂ എങ്ങനെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാമെന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. മറ്റ് അക്കാഡമികൾ വെച്ച് നോക്കുമ്പോൾ എനിക്കിവിടെ കുറച്ചും കൂടി സ്പെഷ്യലായിട്ട് തോന്നിയത് ഞങ്ങൾക്ക് ലാംഗ്വേജസ് ആണ് മെയിനായിട്ട് അവർ ഫോക്കസ് ചെയ്യുന്നത്. അതിപ്പോൾ ഇംഗ്ലീഷ് ആയിക്കോട്ടെ, ഹിന്ദി ആയിക്കോട്ടെ. ബാക്കി ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ അവർ ഒരു കണ്ടൻറ്റ് കൊടുക്കും, ആ കണ്ടൻറ്റ് പഠിപ്പിക്കും, കഴിഞ്ഞു അവിടത്തേക്ക്. പക്ഷേ ഇവിടെ നേരെ വെച്ച് കഴിഞ്ഞാൽ കണ്ടൻറ്റിനേക്കാൾ കൂടുതൽ ഞങ്ങൾക്ക് പഠിക്കാനുള്ളത് ലാംഗ്വേജാണ്. അപ്പോൾ ഞങ്ങൾക്ക് ക്ലാസ് ടൈം കഴിഞ്ഞാൽ 1 or 2 hour ലാംഗ്വേജിന് ക്ലാസ് ഉണ്ടാവും, സ്പെഷ്യൽ ക്ലാസ് ഉണ്ടാവും. ഞങ്ങളുടെ ഫാക്കൽറ്റീസിനെ പറ്റി പറയുകയാണെങ്കിൽ അവരെല്ലാവരും ഏവിയേഷൻ ഫീൽഡിൽ ഹൈലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. എൻ്റെ കരിയർ ബിൽഡ് ചെയ്യാനും പിന്നെ എൻ്റെ ലൈഫിലൊരു ടേണിംഗ് പോയിൻ്റ് ഉണ്ടാക്കാനും എന്നെ ഹെൽപ്പ് ചെയ്ത ഇക്കാരസ് അക്കാഡമിക്ക് താങ്ക് യു.